ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. പ്ലാന്റിൻ്റെ കെയറിങ്ങും റീപോർട്ടിങ്ങും ഒക്കെയാണ് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്ലാന്റാണ് നമ്മളൊന്ന് റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കയ്യിലില്ലാത്തൊരു പ്ലാന്റാണ് ഇതൊരു. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ട് വാങ്ങി ഇതിൽ കുറേ തൈകളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ഇലകൾ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൈകളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇല കട്ട് ചെയ്ത് മണ്ണിൽ നട്ട് കൊടുത്താൽ മാത്രം മതി. ഈ ചെടിയുടെ കെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. വെള്ളം ഒഴിക്കുമ്പോൾ അധികം വെള്ളം ഓവർ വാട്ടറിങ് ഒന്നും ഈ ചെടിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് ഇലയിലാവാത്ത രീതിയിൽ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂണിലെടുത്ത് ഒഴിച്ചു കൊടുക്കുകയൊക്കെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അതുകൂടാതെ അധികം വെയിൽ ഈ ചെടിക്ക് പറ്റില്ല. അപ്പം വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഷെയ്ഡിൽ വെച്ചാൽ മതി, മഴ കൊള്ളിക്കരുത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചെടികൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, ആഫ്രിക്കൻ വയലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ചെടികൾ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ നിറയെ പൂക്കളുണ്ടാവും. പൂക്കൾ പല വെറൈറ്റി കളറിലെ പൂക്കളുള്ള ചെടികളാണ് ഈ വയലറ്റ്, ആഫ്രിക്കൻ വയലറ്റ്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരൊറ്റ കളർ മാത്രമാണ്. വാങ്ങിക്കുന്ന സമയത്ത് നഴ്സറിൽ മറ്റ് കളറിൽ നിറയെ ചെടികളുണ്ടായിരുന്നു. വാങ്ങിക്കുമ്പോൾ 80 രൂപയായിരുന്നു ചെടിക്ക് വില. അപ്പോൾ അതൊന്ന് റീപോർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് പോട്ടുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 പോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 4 വ്യത്യസ്ത ഷേപ്പിലുള്ള വലുപ്പത്തിലുള്ള പോട്ടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പോട്ട് മിക്സ് ഒന്ന് നിറയ്ക്കാനുണ്ട്. ഹോളുകളുള്ള പോട്ടാണ്, വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ. ഈ ഇത്തരത്തിലുള്ള ചെറിയ പോട്ടുകൾ മതി നമുക്ക് ചെടി നടാൻ. ഇല വയ്ക്കാനും അതേപോലെ തൈ നടാനും കൂടിയാണ് പോട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. 4 പോട്ടിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഈ പോട്ട് ഇതിലേക്ക് ഈ ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുക്കാം. ചെടി നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ തൈകളായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ 2 തൈകൾ 2 സെപ്പറേറ്റ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനി ഓരോ പോട്ടിലായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വീണ്ടും പോട്ടി മിക്സ് ഇട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 സെപ്പറേറ്റ് ആയി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇലകൾ ഇതേപോലെ തണ്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് പോട്ടിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് മുളച്ച് നമുക്ക് തൈയായി കിട്ടും. അതേപോലെ എല്ലാ പോട്ടിലേക്കും നമ്മൾ വെച്ചെടുക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെടിയൊന്ന് നട്ട് നോക്കുന്നത്. മറ്റേ ബിഗോണിയ അതേപോലത്തെ ചെടികളൊക്കെ നമ്മൾ നട്ട് ഇതേപോലെ തൈകളായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തൈകളായി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എത്ര മാത്രം. അപ്പം പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണെന്ന് പരിചയപ്പെട്ടത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.